പാലക്കാട് കഞ്ചിക്കോട് IIT ക്യാമ്പസിൽ ആക്രമണത്തിനിരയായ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് IIT അഡ്വൈസർ കെ മുണ്ണി. തലയോട്ടിക്ക് ചെറിയ പരിക്കുണ്ട്. വിദ്യാർത്ഥി നടന്നു പോകുമ്പോഴാണ് ആക്രമണമുണ്ടായത്. ക്യാമ്പസിന് പുറത്തുനിന്ന് ആളുകൾ എത്തി ആക്രമണം നടത്താൻ സാധ്യതയില്ല. പോലീസ് അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ടെന്നും മുണ്ണി പറഞ്ഞു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സ്റ്റേബിളാണ്, ഹെൽത്ത് വളരെ സ്റ്റേബിളാണ്. കുട്ടികളുടെ കുറച്ച് പേര് മുമ്പിൽ നടക്കുന്നുണ്ട്. ഈ കുട്ടി പിന്നിലായിരുന്നു, ഫോണിൽ എന്തൊക്കെ നോക്കി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പിന്നിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് മറ്റുള്ള കുട്ടികൾ തിരിഞ്ഞു നോക്കിയത്. അപ്പോഴേക്കും ആരെയും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഔട്ട് സൈഡിലൊന്നും കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ല, ആരെങ്കിലും ചിലപ്പോൾ ഉള്ളിലുള്ളവരെ തന്നെ ആവാം. എങ്ങനെയാണെന്നുള്ളത് അതിപ്പോൾ പോലീസാണ് അത് കണ്ടുപിടിക്കേണ്ടത്. സാജിദ് അജ്മൽ വിവരണമായി ചെയ്യുന്നു. സാജിദ്, ആക്രമണത്തിനിരയായ വിദ്യാർത്ഥിനി മലയാളിയാണോ? അല്ല, സേലം സ്വദേശിനിയാണ്. തമിഴ്നാട് സ്വദേശിനിയായ അശ്വനി കണ്ണൻ എന്ന വിദ്യാർത്ഥിനിക്കാണ് തലയ്ക്ക് അടിയേറ്റത്. ഇന്നലെ രാത്രിയിൽ മെസ്സിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നതിനിടയിലാണ് ഈ കുട്ടിയുടെ തലയുടെ മുൻഭാഗത്ത് ഒരു മരക്കഷ്ണം കൊണ്ട് അടിയേൽക്കുന്നത്. ഉടൻ തന്നെ കോയമ്പത്തൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തലയോട്ടിക്ക് പൊട്ടലുണ്ട്. പക്ഷെ കുട്ടിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഇത് ആരാണ് ആക്രമിച്ചത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ക്യാമ്പസിലേക്ക് പുറത്തുനിന്ന് ആളുകൾ എത്താനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ വലിയ തോതിലുള്ള സെക്യൂരിറ്റി സംവിധാനമുണ്ട്, CCTV അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. ഈ CCTV ഇല്ലാത്ത ഭാഗത്തു നിന്നാണ് കുട്ടിക്ക് മർദ്ദനം ഏറ്റിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അവിടെ സമീപത്തുള്ള മറ്റ് CCTVകളും എല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ വിശദമായ മൊഴി എടുക്കുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ അറിയിക്കുന്നത്.